നമസ്കാരം. 44 വർഷങ്ങൾക്ക് ശേഷം ചൈന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം പസഫിക് സമുദ്രത്തിൽ നടത്തിയിരിക്കുകയാണ്. അമേരിക്ക വരെ എത്താൻ പ്രാപ്തിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷണാർത്ഥം ചൈനീസ് തീരത്തു നിന്നും പുറംകടലിലേക്ക് അയച്ചത്. ഈ അതിദൂര പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ചൈന നടത്തിയത് അമേരിക്കയെ ഉന്നം വയ്ക്കാനാണോ എന്ന ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. 1980 പരീക്ഷിച്ച DF-5 ആണ് ഇതിനു മുമ്പ് ചൈന കടലിലേക്ക് വിജയകരമായി പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. ചൈനയുടെ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് DF-5. ഇത് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഗൻസുവിലെ ജിയുക്വാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ദക്ഷിണ പസഫിക്കിലേക്കാണ് അന്ന് വിക്ഷേപിച്ചത്. പിന്നീട് ഏറെക്കാലം സമുദ്രത്തിലേക്കുള്ള മിസൈൽ പരീക്ഷണം അവർ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏഷ്യ പസഫിക് മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ ഊർജിതമായി നടക്കുന്ന സമയത്താണ് ചൈനയുടെ ഈ പരീക്ഷണം. ഈ മാസം ആദ്യം ജപ്പാൻ കടലിലേക്ക് ഉത്തര കൊറിയ നിരവധി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ചൈനയുടെ ഈ പരീക്ഷണം. 2017 അവതരിപ്പിച്ച 24,000 കിലോമീറ്റർ മുതൽ 15,000 കിലോമീറ്റർ വരെ ദൂരപരിധി കണക്കാക്കുന്ന DF-41 മിസൈലാകാം ചൈന വിക്ഷേപിച്ചതെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ചൈനീസ് തീരത്തു നിന്ന് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലിന്റെ പാതയെക്കുറിച്ചോ സമുദ്രത്തിൽ എവിടെയാണ് അത് ചെന്ന് പതിച്ചതെന്നോ ചൈന വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഹൈനാൻ ദ്വീപിൽ നിന്നാണ് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM വിക്ഷേപിച്ചതെന്നാണ് ഗുവാം ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനമായ പസഫിക് സെന്റർ ഫോർ ഐലൻഡ് സെക്യൂരിറ്റി പറയുന്നത്. തെക്കൻ പസഫിക് സമുദ്രത്തിലേക്ക് 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ മിസൈൽ ഫ്രഞ്ച് പൊളീനീഷ്യയ്ക്ക് സമീപം സമുദ്രത്തിൽ പതിച്ചുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒരു ഡമ്മി വാർഹെഡും വഹിച്ച് കുതിച്ചുയർന്ന ഈ മിസൈൽ പ്രതീക്ഷിച്ചത്ര ദൂരത്തിൽ കടലിൽ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വാർഷിക സൈനിക പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് ഈ പരീക്ഷണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നുമാണ് ചൈന അവകാശപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയും ഏറ്റവും വലിയ നാവികസേനയുമുള്ള രാജ്യമാണ് ചൈന. അമേരിക്കൻ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്തോ പസഫിക്കിലെ ഏറ്റവും വലിയ വ്യോമസേനയും ചൈനയ്ക്കാണ്. ചൈനയുടെ പകുതിയിലധികം യുദ്ധവിമാനങ്ങളും 4ാമത്തെയോ 5ാമത്തെയോ തലമുറ മോഡലുകളാണ്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, ആണവായുധങ്ങൾ എത്തിക്കാനുള്ള ബോംബറുകൾ, നൂതന കപ്പലുകൾ, ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ എന്നിവയ്ക്കൊപ്പം മിസൈലുകളുടെ വൻ ശേഖരവും ചൈനയ്ക്ക് സ്വന്തമായുണ്ട്. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബജറ്റിന് ഉടമ. ഇത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. സമീപ വർഷങ്ങളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഗണ്യമായി കുറഞ്ഞെങ്കിലും 2015 മുതൽ ചൈനയുടെ പ്രതിരോധ ബജറ്റ് മുൻപത്തേതിനേക്കാൾ ഇരട്ടിയിലധികമായി. ഒരു ദശാബ്ദത്തിലേറെയായി അധികാരത്തിൽ തുടരുന്ന സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ കൂടിയായ പ്രസിഡന്റ് ഷീ ജിൻപിങ് സായുധ സേനയുടെ നവീകരണത്തിനും നേതൃത്വം നൽകുകയാണ്. ഇതോടെ നൂതന സൈനിക സാങ്കേതിക വിദ്യകളിലെ നിക്ഷേപങ്ങൾക്കൊപ്പം ചൈനയുടെ ആണവായുധ ശേഖരവും പടിപടിയായി വർദ്ധിച്ചു. നിലവിൽ ചൈനയ്ക്ക് 500-ലധികം പ്രവർത്തനക്ഷമമായ ആണവ പോർമുനകൾ ഉണ്ടെന്നും അത് 1000-ലധികമായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും US റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരത്തിന്റെ വലിപ്പം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. സമീപ വർഷങ്ങളിൽ ചൈന ആണവശേഖരം വർദ്ധിപ്പിച്ചെന്നും സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2023 ജനുവരി മുതൽ 2024 ജനുവരി വരെ ചൈന ആണവായുധ ശേഖരം 410-ൽ നിന്ന് 500-ആയി വർദ്ധിപ്പിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ചൈന അതിന്റെ ആണവായുധ ശേഖരം മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ വിപുലീകരിക്കുകയാണ്. റഷ്യയ്ക്കും US-നും പിന്നിൽ ഏറ്റവും അധികം ആണവായുധ ശേഖരമുള്ളത് ചൈനയ്ക്കാണ്. അതുപോലെ ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന കാര്യത്തിൽ UK-യും ഫ്രാൻസും കഴിഞ്ഞാൽ തൊട്ടു പിന്നിലാണ് ചൈന. UK-യുടെയും ഫ്രാൻസിന്റെയും ആണവായുധങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാറ്റമില്ലാതെ തുടരുമ്പോൾ ചൈനയുടേത് 90 എണ്ണമായാണ് വർദ്ധിച്ചത്. 2027ഓടെ ചൈനീസ് ആണവായുധങ്ങളുടെ എണ്ണം 700-ആയും 2030ഓടെ 1000-ആയും വർദ്ധിക്കുമെന്ന് 2021-ലെ പെന്റഗൺ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സോവിയറ്റ് യൂണിയനുമായുള്ള കൂട്ടുകെട്ടാണ് ചൈനയുടെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറയിട്ടത്. 1950-ൽ സൗഹൃദം, സഖ്യം, പരസ്പര സഹായം എന്നിവ ഉറപ്പാക്കുന്ന സിൻഡോ സോവിയറ്റ് ഉടമ്പടി ഒപ്പുവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ ചൈനയുടെ സൈനിക ഗവേഷണ വികസനത്തിന് പരിശീലനവും സാങ്കേതിക സഹായവും നിർമ്മാണ ഉപകരണങ്ങളും നൽകി. ചൈനയുടെ തുടക്കകാലത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ സോവിയറ്റ് യൂണിയന്റെ മിസൈൽ സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇപ്പോൾ ചൈന പസഫിക് സമുദ്രത്തിൽ വിക്ഷേപിച്ചിരിക്കുന്നത് ഡോങ്ഫങ് അഥവാ DF-14 മിസൈൽ ആകാമെന്ന സൂചനകൾ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള ഡോങ്ഫങ് മിസൈലുകളിൽ ആദ്യത്തേത് സോവിയറ്റ് മിസൈലായ R-1ന്റെ ലൈസൻസ്ഡ് പകർപ്പായിരുന്നു. 550 കിലോമീറ്റർ ദൂരപരിധിയും 500 കിലോഗ്രാം പോർമുന വഹിക്കാനുള്ള ശേഷിയും അന്നത്തെ ഈ മിസൈലിനുണ്ടായിരുന്നു. അതിനുശേഷം
DF മിസൈലുകളുടെ മെച്ചപ്പെട്ട വേരിയന്റുകൾ വികസിപ്പിച്ചു. പസഫിക് സമുദ്രത്തിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന DF-41 വികസിപ്പിച്ചിരിക്കുന്നത് 10-12 MIRV വാർഹെഡുകൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള തരത്തിലാണ്. 12,000 മുതൽ 15,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള DF-41 ചൈനയുടെ ആയുധശേഖരത്തിലെ ഏറ്റവും പുതിയ മുതൽക്കൂട്ടാണ്. എന്തുതന്നെയായാലും ചൈനയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മിസൈൽ പരീക്ഷണത്തിനായി ചൈന തിരഞ്ഞെടുത്ത സമയവും സ്ഥലവും ഇപ്പോൾ ചർച്ചകളിൽ നിറയുകയാണ്. അന്താരാഷ്ട്ര സമുദ്രത്തിലേക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ചൈന പരീക്ഷിക്കുന്നത് അപൂർവമായാണ്. 1980 മെയ് മാസത്തിൽ DF-5 മിസൈൽ ദക്ഷിണ പസഫിക്കിലേക്ക് വിക്ഷേപിച്ചതാണ് ഇത്തരത്തിലുള്ള അവസാനത്തെ പരീക്ഷണം. സാധാരണയായി ചൈന രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തു നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തുള്ള മരുഭൂമികളിലേക്കാണ് മിസൈലുകൾ പരീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ അന്താരാഷ്ട്ര സമുദ്രത്തിലേക്കുള്ള ഇത്തവണത്തെ മിസൈൽ പരീക്ഷണത്തെ അസാധാരണമെന്നാണ് ഈ രംഗത്തെ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത്. 44 വർഷമായി ചെയ്യാതിരുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പരീക്ഷണം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ 5 സ്ഥിരാംഗങ്ങളിലൊന്നായ ചൈനയുടെ ഈ പ്രവൃത്തി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചു. ഈ വിക്ഷേപണം ചൈനയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിലയിരുത്തലും അടയാളപ്പെടുത്തലുമാണെന്നാണ് സൈനിക കമാൻഡർ സോങ് പിങ്ങിനെ ഉദ്ധരിച്ച് ചൈനീസ് മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ചൈനയ്ക്കെതിരായ ആണവ ബലപ്രയോഗത്തിൽ നിന്ന് ചില രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാൻ ഈ പരീക്ഷണത്തിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതോടെ പരീക്ഷണത്തിനായി പസഫിക് സമുദ്രത്തെ ചൈന തിരഞ്ഞെടുത്തത് അവരുടെ ആണവശേഷി പ്രദർശിപ്പിക്കാനും അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പെന്ന നിലയിലാണെന്നും പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നു. US-ന്റെ സഖ്യകക്ഷികളായ ജപ്പാനും ഫിലിപ്പീൻസുമായി ചൈനയുടെ ബന്ധം കുറെ നാളുകളായി അത്ര സുഖകരമല്ല. ഒപ്പം ചൈന അതിന്റെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന തായ്വാനുമായും സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക സുരക്ഷാ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ചൈന പസഫിക് സമുദ്രത്തിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ തൊടുത്തുവിട്ടത്. ചൈനയിൽ അഴിമതി അറസ്റ്റുകളുടെ ഒരു പരമ്പര നടക്കുന്ന സമയമാണിത്. അതിനാൽ തന്നെ ഇപ്പോൾ നടന്ന വിക്ഷേപണത്തിന് ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് രാജ്യത്തിനുള്ളിലും അതുപോലെ തന്നെ ആഗോള ലോക സമൂഹത്തെയും ഒരുപോലെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ചൈനയുടെ ലക്ഷ്യമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും US പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തുമാണ് ഈ പരീക്ഷണം. വാർത്തയുടെ നിറം തേടി തനിനിറം.